നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. ഓരോ ടീമുകളും വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. ഇപ്പം ഈ മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്ക് വേൾഡ് കപ്പിനുള്ള മുന്നൊരുക്കമായിട്ട് എല്ലാവരും കാണുന്നു. ബ്രസീൽ ഈ മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നു. ഒന്ന് ഘാനയ്ക്കെതിരെയും ഒന്ന് ടുണീഷ്യക്കെതിരെയും. ആ മത്സരങ്ങൾക്കായുള്ള സ്ക്വാഡ് നേരത്തെ ട്വിറ്റർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പലർക്കും അസംതൃപ്തിയൊക്കെ ഉണ്ട്. ഗബ്രിയേൽ ഹീസസിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെയുള്ള കാര്യങ്ങൾ പലരും ചോദിക്കുന്നു. ഫിലിപ്പെ കുട്ടിഞ്ഞോ ഇല്ല. അതേസമയം എവർട്ടൺ റിബൈറോ ടീമിൽ ഇടം പിടിക്കുന്നു. റോബർട്ടോ ഫെർമിനോ ടീമിൽ ഇടം പിടിക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള അസംതൃപ്തികൾ പലരും പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ടിറ്റയ്ക്ക് വേൾഡ് കപ്പിലേക്കുള്ള സ്ക്വാഡ് തിരഞ്ഞെടുക്കുമ്പോൾ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല. ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വേൾഡ് കപ്പ് സ്ക്വാഡല്ല, നമുക്കറിയാം. അത് അടുത്ത മാസം അവസാനത്തോടുകൂടിയേ വേൾഡ് കപ്പിൻ്റെ 55 അംഗ പ്രോബബിൾ ലിസ്റ്റ് പോലും പുറത്തേക്ക് വരികയുള്ളൂ. നവംബറിലാണ് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക എന്നതും നേരത്തെ പുറത്തു വന്നതാണ്. എന്തായാലും വേൾഡ് കപ്പ് സ്ക്വാഡ് തിരഞ്ഞെടുക്കുമ്പോൾ ടിറ്റയ്ക്ക് ഒട്ടും കാര്യങ്ങൾ എളുപ്പമല്ല. പ്രത്യേകിച്ച് ആദ്യ 11 കളിക്കാൻ ഒരു ടീമിനെ ഇറക്കുമ്പോഴൊക്കെ വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അദ്ദേഹം നേരിടും. എന്ന് പറയുമ്പോൾ പ്രതിഭാ ധാരാളിത്യം കൊണ്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. ഇപ്പം എക്സാമ്പിൾ നോക്കുക. ഗോൾ കീപ്പിങ്ങിൽ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മികച്ച ഗോൾ കീപ്പർമാരായിട്ടുള്ള ആലിസൺ ബെക്കറും എഡേഴ്സൺ മോറസും ഉണ്ട്. ആലിസൺ, എഡേഴ്സൺ ഇതിൽ ആരെ ആദ്യ 11 ഇറക്കുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും ഏത് കോച്ചിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. ബ്രസീലിൻ്റെ പഴയകാല ചരിത്രമൊക്കെ എടുത്തു നോക്കുമ്പോൾ അത്ര മികച്ച ഗോൾ കീപ്പർമാർ പലപ്പോഴും അവർക്കുണ്ടായിട്ടില്ല. എന്നാൽ ടിറ്റയുടെ ഒരു ലക്ഷറി എന്ന് പറയുന്നത് ലോകത്തെ മികച്ച 2 ഗോൾ കീപ്പർമാർ അദ്ദേഹത്തിൻ്റെ സ്ക്വാഡിൽ ഉണ്ട് എന്നുള്ളതാണ്. മിക്കവാറും ആലിസണെ ആദ്യ 11 ഇറക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയാണ് നമ്മൾ അധികവും കണ്ടിട്ടുള്ളത്. ഇനി ഡിഫൻസ് നോക്കുക. സെൻറ്റർ ബാക്കുമാരുടെ പൊസിഷനിൽ ഒരുപാട് മികച്ച താരങ്ങൾ ഇപ്പോഴും ഉണ്ട്. തിയാഗോ സിൽവ, മാർക്കിനോസ്, എദർ മിലിറ്റാവോ, ഗബ്രിയേൽ മെഗലസ്, അങ്ങനെയുള്ള താരങ്ങൾ. ഇപ്പം ബ്രമറയൊക്കെ ഇത്തവണത്തെ ഈ ഒരു സൗഹൃദ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ആരായിരിക്കും ആ 2 സെൻറ്റർ ബാക്കുമാർ? ഇങ്ങനെ നിരവധി സെൻറ്റർ ബാക്കുമാരുണ്ടാകുമ്പോൾ 2 പേർ ആരായിരിക്കും എന്നുള്ളത് ടിറ്റയ്ക്ക് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിയാഗോ സിൽവയും മാർക്കിനോസും സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ്. 3 സെൻറ്റർ ബാക്കുമാരെ വെച്ച് കളിക്കുമോ? ഈ ഒരു ചോദ്യം കഴിഞ്ഞ ആ ഒരു സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ടിറ്റയോട് ചോദിക്കേണ്ടത്. പക്ഷേ അദ്ദേഹം അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കുള്ള സമയമല്ല ഇത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇനി വലത് വിങ് ബാക്കിൽ സ്വാഭാവികമായിട്ടും സ്ഥിരമായിട്ട് ബ്രസീലിന് ഇപ്പം ഒരു തലവേദനയാണ്. മികച്ചൊരു റൈറ്റ് വിങ് ബാക്കിനെ അവർക്കിപ്പോൾ കണ്ടെത്താൻ അത്ര എളുപ്പത്തിൽ കഴിഞ്ഞിട്ടുമില്ല. പ്രതിഭാ ദാരിദ്ര്യം ഒരു പക്ഷേ ആ ഒരു മേഖലയിലാണ് ബ്രസീൽ അനുഭവിക്കുന്നത്. ഡാനി ആൽവസ് ഇതിൽ ആരെ ഇറക്കുമെന്നുള്ളതാണ്. നിലവിൽ നമുക്കറിയാം ഡാനി ആൽവസിന് പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലൊക്കെ അദ്ദേഹം സ്ഥിരമായി കളിച്ചിട്ടുണ്ടെങ്കിലും ചെറിയ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഈ സെപ്റ്റംബർ മാസത്തിലെ സ്ക്വാഡിൽ പോലും ടിറ്റ ഉൾപ്പെടുത്താതെ. അപ്പം ആദ്യ 11 ഡാനിലോ കളിക്കാനുള്ള സാധ്യതയാണ് അധികവും ഉള്ളത്. ഫ്രെഡ് വേഴ്സസ് ബ്രൂണോ ഗുയിമേറസ് എന്നുള്ളത് മധ്യനിരയിൽ. ഇതിൽ ആരെ വേൾഡ് കപ്പിനുള്ള ആദ്യ 11 ടിറ്റ ഇറക്കും? അത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഫ്രെഡിനെയാണ് പലപ്പോഴും ടിറ്റ പരിഗണിക്കുന്നത്. ഫ്രെഡിനെ എന്തിനിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും ആരാധകർ സംശയത്തോടു കൂടി ചോദിക്കാറുണ്ട്. പക്ഷേ ടിറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ മികവിൽ വിശ്വാസമാണ് എന്നാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻ്റണി, റാഫിഞ്ഞ, വിനീഷ്യസ് ജൂനിയർ ഇതിൽ ആരെയൊക്കെ ആയിരിക്കും ടിറ്റ കളിക്കളത്തിലേക്ക് വിടുക എന്നുള്ളത് കണ്ടറിയണം. വിനീഷ്യസും റാഫിഞ്ഞയും 2 പേരും 2 വർഷങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. അതുപോലെ ഗബ്രിയേൽ ഹീസസ് വേഴ്സസ് റിച്ചാർലിസൺ, അതിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയണം. ഗബ്രിയേൽ ഹീസസ് ഇപ്പോൾ മികച്ച ഫോമിൽ കളിക്കുന്നുണ്ട് എന്ന കാര്യവും മറക്കേണ്ട. പക്ഷേ അദ്ദേഹം ആദ്യകാലത്ത് വളരെ പ്രോമിസിംഗ് ആയിട്ടാണ് ബ്രസീലിയൻ ദേശീയ ടീമിൽ കളി തുടങ്ങിയതെങ്കിലും കഴിഞ്ഞ വേൾഡ് കപ്പിലൊന്നും അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല ഒരു നീണ്ട 3 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സൗത്ത് കൊറിയക്കെതിരെ പിന്നീട് അദ്ദേഹം ഗോൾ അടിക്കുന്നത്. അതുകൊണ്ട് ഈ മാസത്തെ ആ ഒരു സ്ക്വാഡിൽ അദ്ദേഹം ഇല്ല. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ മോശം കൊണ്ടല്ല, മറ്റു താരങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പോലും ഇവരിൽ ആരെയായിരിക്കും ടിറ്റ ഫൈനലി ചൂസ് ചെയ്യുക എന്നുള്ളത് കണ്ടറിയാലും ഇതിലൊക്കെ ഇനിയും കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ ടിറ്റ നടത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ മാസത്തെ സൗഹൃദ മത്സരങ്ങളുണ്ട്. പിന്നെ സന്നാഹ മത്സരങ്ങൾ സ്വാഭാവികമായിട്ടും വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുണ്ടാവും. അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് ഉരുത്തിരിഞ്ഞ് വരികയുള്ളൂ. കാത്തിരിക്കാം എന്ത് തന്ത്രങ്ങളായിരിക്കും ഖത്തറിലേക്ക് വേണ്ടി ടിറ്റ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി എത്താം.